വാട്സ്ആപ്പ് പീപ്പിൾ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എൻ്റെ ചെറിയൊരു കുഞ്ഞു കളക്ഷൻസാണ്. ഞാൻ വേറൊന്നും കാണിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഈ സംസാരിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചല്ല, എൻ്റെ റീസെൻ്റ് ഒരു പർച്ചേസിനെ കുറിച്ചാണ്. എനിക്കൊരു ഡെയിലി ഒരു വണ്ടി വേണമെന്ന് കുറച്ച് കാലത്ത് ആഗ്രഹമാണ്. ബിക്കോസ് ഞാൻ താമസിക്കുന്ന സ്ഥലവും ഓഫീസും തമ്മിൽ ഓൾമോസ്റ്റ് 70 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. 2 വേ, 1 വേ 35. വീട്ടിൽ വേറെ കാറുകളുണ്ടെങ്കിലും അതൊന്നും ഫീസിബിൾ അല്ല ഈ ഡിസ്റ്റൻസ് കാരണവും എല്ലാം ആയിട്ട്. പിന്നെ ഫ്യൂൽ പ്രൈസെല്ലാം ഇപ്പോൾ കൂടിയല്ലോ. ഇതുവരെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഓഫീസ് ക്യാബിലും പിന്നെ ഇടയ്ക്ക് എൻ്റെ സ്കൂട്ടറിലൊക്കെയാണ്. എനിക്കൊരു അപ്പറിലുണ്ട്. പക്ഷേ മടുത്തു ഗൈസ്, നമ്മൾ കുറേ ആകുമ്പോൾ മടുക്കും എന്ത് കാര്യമായാലും. അങ്ങനെ ഒരു ചെറിയ കാർ എടുക്കുമെന്ന് വിചാരിച്ചു, ഒരു ഡെയിലി വേണമെന്ന്. അങ്ങനെ ഞാൻ ഒരെണ്ണം കണ്ടെത്തി. കുറേ റിസർച്ചും കാര്യങ്ങളും ചെയ്തു, എന്നെക്കൊണ്ടാവുന്ന പോലെ മാക്സിമം എല്ലാം അന്വേഷിച്ചു. കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് നോക്കി അവസാനം 3 കാറ് ഫൈനലൈസ് ചെയ്തു. അതിലേറ്റവും ഇഷ്ടപ്പെട്ടതും അതെല്ലാം നമുക്ക് മനസ്സിന് പിടിക്കണമല്ലോ, അങ്ങനെ പിടിച്ചൊരു കാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡെയിലിയാണ്. പിന്നെ ഈ വീഡിയോ ഒരു ഇൻട്രോ മാത്രമാണ്. ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസും അപ്ഡേറ്റ്സൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ 2014 നാനോ ട്വിസ്റ്റാണ്. അപ്പോൾ ഈ കാർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഓണറാണ്. അത് മാത്രമല്ല ലേഡി ഡോക്ടർ ഡ്രിവനാണ്. നമ്മൾ ഈ ആഡ് കാണുന്ന പോലെ ഉടായ്പ ഡോക്ടർ അല്ല, അല്ല ഒറിജിനൽ പക്കാ ഡോക്ടർ, നമുക്ക് അറിയുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളിക്കാരിൻ്റെ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, അവർക്കും വേറെ കുറേ കാശൊക്കെ ഉണ്ട് കഴിച്ചാൽ അവർക്കൊരു മെഴ്സീരീസ് ഇ ക്ലാസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ, ഓൾട്ടോ ഉണ്ട്. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കാറാണ്. അങ്ങനെ നല്ലൊരു ഡീലിൽ കിട്ടി. സാധനം നമ്മൾ തൂക്കി. ഈ കാണുന്ന പാച്ച് വർക്ക് വേറൊന്നുമില്ല ഗൈസ്, കുറച്ച് അറിയാമല്ലോ ലേഡീസ് ഓടിക്കുമ്പോൾ. പിന്നെ അത് കുഞ്ഞു വണ്ടിയാണ്, അപ്പോൾ നമ്മൾ സിറ്റി കൊണ്ടുപോകുമ്പോൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്തിന് പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ഡെയിലി. അപ്പോൾ ഗൈസ്, നമ്മളിനി ഇതൊരു പ്രോജക്റ്റ് നാനോ ആക്കാൻ പോവാണ് ഗൈസ്. ഡെയിലിയാണ്, ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വണ്ടിയെ പണിത് സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, ഒരു സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ ഫോർ മോർ. ബൈ.